ഒരു കാലത്ത് താരസുന്ദരിയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണ് ദിവ്യ ഉണ്ണി. ഇപ്പോൾ വിവാഹം കഴിച്ച് ഭർത്താവിനും മക്കൾക്കുമൊപ്പം അമേരിക്കയിൽ താമസിക്കുകയാണ്. ഇടയ്ക്ക് കേരളത്തിലേക്ക് വരാറുണ്ടെങ്കിലും അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ നൃത്തവുമായി സജീവമായിരിക്കുകയാണ് ദിവ്യ ഉണ്ണി. ഇപ്പോഴിതാ തന്റെ പേരിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു ആരോപണത്തിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് നടി. UAE ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് നടൻ കലാഭവൻ മണിയെ അപമാനിച്ചുവെന്ന വിഷയത്തിൽ ദിവ്യ ഉണ്ണി വ്യക്തത വരുത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോഴും വാർത്തകളിൽ നിറയുന്ന സംഭവമായിരുന്നു ഇത്. വിനയന്റെ സംവിധാനത്തിൽ പിറന്ന ചിത്രമാണ് കല്യാണ സൗഗന്ധികം. ഈ ചിത്രത്തിലൂടെയാണ് ദിവ്യ ഉണ്ണി നായികയായി അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിൽ ദിവ്യയുടെ മുറച്ചെറുക്കനായിട്ടാണ് കലാഭവൻ മണി അഭിനയിച്ചത്. ഒരു പാട്ട് രംഗത്തിൽ ഇരുവരും പ്രണയിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് ഈ കർമ്മന്റെ കൂടെ അഭിനയിക്കാൻ ഞാനില്ലെന്ന് നടി പറഞ്ഞതായും അങ്ങനെ ആ പാട്ട് സിനിമയിൽ നിന്നും ഒഴിവാക്കിയുമെന്നാണ് അന്ന് പ്രചരിച്ച റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. ഇടയ്ക്കിടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു തുടങ്ങിയതോടെ ദിവ്യ ഉണ്ണിക്ക് നേരെ വ്യാപക വിമർശനവും ഉയർന്നു വന്നു. സത്യത്തിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നാണ് നടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം പ്രധാനമായും ഈ കമന്റുകൾ കൊണ്ട് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് വെറും ഒരു ജസ്റ്റിഫിക്കേഷൻ പോലെയാകും. നമ്മൾ നമ്മുടെ ഭാഗം പറയുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മണിച്ചേട്ടൻ പോയില്ലേ, അദ്ദേഹവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ നാളത്തെ ബന്ധമായിരുന്നു. ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആ ആത്മാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഇതിനുള്ള മറുപടി അവർ അർഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. മറുപടിയും നമ്മുടെ സമയവും അവർ അർഹിക്കുന്നില്ല. മാത്രമല്ല ഇത്തരം നെഗറ്റീവ് കമന്റുകൾ ഞാൻ ഒരിക്കലും നോക്കാറില്ലെന്നും അഭിമുഖത്തിൽ ദിവ്യ ഉണ്ണി വ്യക്തമാക്കി. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.